ബിസിനസ്സിലെ പുതിയ ഐഡിയകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പുതിയ ആശയങ്ങൾ ആദ്യമായിട്ട് അവതരിപ്പിച്ച് നടപ്പിലാക്കുന്നവരാണ് പൊതുവെ ബിസിനസ്സിൽ വിജയം കൊയ്യാറ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബിസിനസ്. മൈസെൽഫ് CA ജോസ്ഫിൻ റോണി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഒരുപാട് ആളുകൾ ബിസിനസ്സിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കി നടക്കാറുണ്ട്. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിസിനസ്സിലെ പുതിയ ഐഡിയകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പുതിയ ആശയങ്ങൾ ആദ്യമായിട്ട് അവതരിപ്പിച്ച് നടപ്പിലാക്കുന്നവരാണ് പൊതുവെ ബിസിനസ്സിൽ വിജയം കൊയ്യാറ്. എന്ത് ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാംപർ മെത്തേഡ്. ബേസിക്കലി ഒരു ആക്രോണിം അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആണിത്. 7 മെത്തേഡുകളുടെ ആദ്യത്തെ അക്ഷരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഷോർട്ട് ഫോമിൽ ആദ്യത്തെ അക്ഷരം എസ് ഡിനോട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന മെത്തേഡിനെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഒരു കോമ്പണൻറ്റിനെ കുറച്ചുകൂടെ എഫിഷ്യൻ്റായ എന്തെങ്കിലും ഒന്ന് വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, ആപ്പിള് 20 വർഷങ്ങൾക്ക് മുമ്പ് ഐപോഡ് എന്ന പ്രൊഡക്റ്റ് അവതരിപ്പിച്ചപ്പോൾ CD-ക്ക് പകരം മ്യൂസിക് ഫയൽസ് ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കാം എന്ന ആശയമായിട്ടാണ് അത് മുമ്പോട്ട് വന്നത്. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു വിപ്ലവം കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആയിരുന്നു അത്. അത്തരത്തിൽ നിലവിൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി എഫിഷ്യൻ്റായ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കുക. രണ്ടാമത്തെ അക്ഷരം C ഡിനോട്ട് ചെയ്യുന്നത് കമ്പൈൻ എന്ന മെത്തേഡിനെയാണ്. ഒരു പ്രൊഡക്റ്റിൽ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ഒരുമിച്ച് കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ. പണ്ട് ഫോൺ എന്ന് പറയുന്നത് കേവലം വിളിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് എന്തിനും ഏതിനും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളായിട്ട് ഇത് മാറി കഴിഞ്ഞു. ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഫീച്ചർ ഫോണിന് പകരം സ്മാർട്ട് ഫോൺ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചപ്പോഴാണ്. അത്തരത്തിൽ പല സർവീസുകൾ ഒരൊറ്റ കുടക്കീഴിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ അക്ഷരം A സൂചിപ്പിക്കുന്നത് അഡാപ്റ്റ് എന്ന മെത്തേഡിനെയാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകളുടെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് റിയലൈൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ഉദാഹരണമാണ് നമ്മളിത് കാണുന്ന യൂബർ ടാക്സികൾ. കാരണം ഇന്ത്യ പോലെ ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് ഇവിടെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കാർ പൂളിംഗ് പോലുള്ള സർവീസുകൾ തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ പോലെയുള്ള വണ്ടികൾ കൂടെ അവരുടെ നെറ്റ്വർക്കിൽ പെടുത്തുകയും ചെയ്തത്. അതുപോലെ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റിനെ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി നിലവിലുള്ള പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ സർവീസുകളെ അവരുടെ റിക്വയർമെൻറ്റിന് മാച്ചാവുന്ന രീതിയിൽ കുറച്ചും കൂടി ഒന്ന് റിയലൈൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നാലാമത്തെ അക്ഷരമായ M ഡിനോട്ട് ചെയ്യുന്നത് മോഡിഫൈ എന്ന മെത്തേഡിനെയാണ്. ടെക്നോളജിയുടെ സഹായത്തോടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സിന് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. ഇന്ന് ടെക്നോളജിയുടെ ബൂമിങ് വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പല ഇൻഡസ്ട്രികളും എഫിഷ്യൻ്റ് അല്ലാത്ത രീതിയിൽ പല പ്രോസസ്സുകൾ ടെക്നോളജിയുടെ ഹെൽപ്പില്ലാത്ത രീതിയിൽ ഏതെങ്കിലുമൊക്കെ പ്രോസസ്സുകൾ നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ അവയൊക്കെ ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത്തരത്തിലൊരു മാറ്റം ആദ്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയായിരിക്കും. അടുത്ത അക്ഷരമായ P സൂചിപ്പിക്കുന്നത് പുട്ട് ടു അതർ യൂസ് എന്ന മെത്തേഡിനെയാണ്. മാർക്കറ്റിൽ മറ്റൊരാവശ്യത്തിനായിട്ട് ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയെ വേറൊരാവശ്യത്തിനും കൂടി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കാം. നമ്മൾ ഇന്ന് കാണുന്ന ഡ്രോണുകളൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. തുടക്കത്തിൽ മിലിറ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ ഇന്ന് ഷിപ്പിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും കൃഷിക്ക് വേണ്ടിയിട്ട് പോലും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അത്തരത്തിൽ പുതുമയുള്ള ഒരാശയം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക. ആറാമത്തെ അക്ഷരമായ E സൂചിപ്പിക്കുന്നത് എലിമിനേറ്റ് എന്ന മെത്തേഡിനെയാണ്. കസ്റ്റമേഴ്സിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും വേണമെന്ന് കരുതപ്പെടുന്ന ഒന്നിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുക. ഇന്ന് വളരെ പോപ്പുലറായ സൂം പ്ലാറ്റ്ഫോമൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. കാരണം പണ്ട് പഠിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനൊക്കെ ആളുകൾ നേരിട്ട് എത്തണം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് കരുതിയ ഒരു ലോകത്ത് ആളുകൾക്ക് അവർ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മീറ്റിങ്ങുകളും പഠനവും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ സൂം പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മളെ എത്തിച്ചിരിക്കുകയാണ്.
ഏഴാമത്തെ അക്ഷരമായ R സൂചിപ്പിക്കുന്നത് റീഅറേഞ്ച് എന്ന മെത്തേഡിനെയാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ അത് കസ്റ്റമർക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. ഉദാഹരണത്തിന് ഇന്ന് പല ഹോസ്പിറ്റലുകളിലും മരുന്ന് കൊടുക്കാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടോക്കൺ സിസ്റ്റം. കാരണം പണ്ട് പല സ്ഥലങ്ങളിലും സ്വീകരിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് മരുന്നിൻ്റെ കുറിപ്പടി കൊടുക്കുന്നു, മരുന്ന് നമുക്ക് എടുത്തു തരുന്നു, അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകുന്നത് ഇതായിരുന്നു. ഇത് പലപ്പോഴും പല തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ തർക്കങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. ആദ്യം വന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്താണ് ഇന്ന് പല ഹോസ്പിറ്റലുകളിലും ഈ ഒരു ടോക്കൺ സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിലേക്ക് എത്തുകയും അതിൻ്റെ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പം ഒരു ടോക്കൺ നൽകിയിട്ട് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ ടോക്കൺ വിളിക്കുന്ന സമയത്ത് ഈ രോഗി മരുന്ന് കൗണ്ടറിൽ ചെന്നിട്ട് കളക്ട് ചെയ്താൽ മതിയാവും. ഇതുവഴി കസ്റ്റമർക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലെ സർവീസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന രീതിയിൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സർവീസ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ടൂൾ എന്ന് പറയുന്നത് പുതിയ ഐഡിയകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പലപ്പോഴും ഈ ഒരു 7 കാറ്റഗറിയിൽപ്പെട്ട മാറ്റങ്ങളാണ് ബിസിനസ്സിൽ പൊതുവെ ആളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാറ്റം നമ്മുടെ ബിസിനസ്സിൽ സാധ്യമാകുമോ എന്നുള്ളത് പരിശോധിക്കുക. ഇന്നോവേറ്റീവായ ഒരു മാറ്റം നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സുഹൃത്തിന് ഇത് ഹെൽപ്ഫുൾ ആകുവാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം ആൻഡ് ടൈപ്പ് ഔട്ട് യുവർ ഒപ്പീനിയൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് ഫോളോ ബിസിക്നൈറ്റ്.